നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ചിലപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, പുതിയ തലമുറ സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധത ഇല്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖം പൂഴ്ത്തി നടക്കുകയാണ്. അവർക്ക് സമൂഹത്തോടോ സ്വന്തം ചുറ്റുപാടുകളോടോ യാതൊരു തരത്തിലുമുള്ള കടപ്പാടുകളില്ല എന്ന തരത്തിലൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2018 നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ധാരണ തകിടം മറിയുകയുണ്ടായി. അത് പ്രളയത്തിൻ്റെ കാലത്താണ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ, സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖം പൂഴ്ത്തി നടക്കുന്നവർ, മറ്റൊന്നിലും ശ്രദ്ധിക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആക്ഷേപിച്ചിരുന്നവർ, ആരുടെയും പ്രേരണയില്ലാതെ കണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ദാഹവും വിശപ്പുമൊക്കെ മാറ്റിവെച്ച് കാറ്റിനെയും മഴയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ആദ്യാവസാനക്കാരായി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ കണ്ടു. ഇവർ എങ്ങനെ പരിശീലിച്ചു എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നും. അവർ മറ്റ് സങ്കുചിത രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഒന്നും ഇടപെടുന്നില്ല, മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. അവരുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ച് വന്നതുപോലെ തന്നെ പ്രളയം വന്നപ്പോൾ നിശബ്ദരായി മടങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊക്കെ അവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് മാറ്റമുണ്ടാക്കി. അതെ, നമ്മുടെ ചെറുപ്പക്കാർ അവർ സംസാരിക്കേണ്ടടുത്ത് വളരെ ഉറക്കെ സംസാരിക്കാറുണ്ട്. അവർക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ ഒച്ചത്തിൽ അവരുടേതായ ശരികൾ വിളിച്ചു പറയുന്നു, തിളച്ചു മറിയുന്നുമുണ്ട് ചെറുപ്പക്കാർ. യുവത്വം അവർക്ക് പ്രതികരിക്കേണ്ട സംഗതികളിൽ കൃത്യമായി പ്രതികരിക്കും. അവരുടെ ശരികൾ വിളിച്ചു പറയുന്നു. അവർ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട്, ശക്തമായി ഇടപെടുന്നുണ്ട്. അവരുടേതായ ശരികൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അനീതികളെ ചോദ്യം ചെയ്യുന്നുണ്ട്. തെരുവിൽ അവർ നീതിക്ക് വേണ്ടി പോരാടുന്നുണ്ട്, മറ്റാരേക്കാളും ശക്തരായി. കാരണം യുവാക്കൾക്കാണ് അതിന് കഴിയുന്നത്. പലപ്പോഴും നമ്മൾ പറയും, കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, നിൻ്റെ ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യുക, മറ്റ് സാമൂഹ്യ പ്രവർത്തനത്തിലൊന്നും ഇടപെടണ്ട, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ പറഞ്ഞാൽ മതി. അത് ശുദ്ധ ബോഷ്കാണ്. കാരണം ജോലി കിട്ടി, പഠനമൊക്കെ നടത്തി, തത്തമ്മേ പൂച്ച പഠിച്ച് സ്വന്തം കാര്യം നോക്കുന്നവരല്ലാതെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന എത്ര പേരുണ്ട്? രാഷ്ട്രീയ പ്രതിബദ്ധത ഈ 5 വർഷത്തിൽ ഒരിക്കൽ പോയി കുത്തുക എന്നുള്ളതല്ലാതെ കണ്ട് സാമൂഹ്യ ബോധത്തോടെ പ്രതികരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും ആദ്യം നീതിക്ക് വേണ്ടി പോരാടാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് യുവാക്കൾ തന്നെയാണ്. അവരുടെ ശബ്ദമാണ് നമ്മൾ എവിടെയും കേൾക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിസ്ഫുരണം മാത്രമാണ് 2018 പ്രളയകാലത്തും നമ്മൾ അറിഞ്ഞത്. നമ്മൾ കരുതും പോലെയല്ല കാര്യങ്ങൾ. കൂടുതൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തിനേക്കാൾ വ്യത്യസ്തമായ തലത്തിലാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സങ്കുചിത രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും പാളയത്തിൽ നിന്നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, മറിച്ച് വിശാലമായ രാഷ്ട്രീയം, വിശാലമായ ലോകം. കാരണം അവർ കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമമാണ്. അതിന് അതിർത്തികളില്ല, അതിർവരമ്പുകളില്ല. പ്രദേശത്തിൻ്റെയോ മതത്തിൻ്റെയോ സങ്കുചിത അതിർവരമ്പുകൾക്കുള്ളിൽ അവർക്കതിനെ തളച്ചിടുവാൻ കഴിയുകയില്ല. അതാണ് അവരുടെയും നമ്മുടെയും തമ്മിലുള്ള പ്രത്യേകത. ഇന്നിപ്പോൾ തന്നെ നമുക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർ. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസുകളിൽ തിളച്ചുമറിയുകയാണ് ക്യാമ്പസുകൾ. ഇസ്രയേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശഹത്യക്കെതിരെ വളരെ ശക്തമായ സമരമാണ് ആ നാട്ടിലെ ക്യാമ്പസുകളിൽ നടക്കുന്നത്. തെരുവുകളിൽ ഇറങ്ങിയിരിക്കും. ക്യാമ്പസുകൾ വിട്ട് വിദ്യാർത്ഥികൾ തെരുവുകളിൽ ഇറങ്ങുന്ന സയണിസത്തെ തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനു വേണ്ടി കഴിയുന്നത്ര ഉച്ചത്തിൽ അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. അവർ ചെയ്യുന്നത് ഇസ്രയേലിനെ മാത്രമല്ല, ഫലസ്തീനെ വംശീയമായി കൊല ചെയ്ത് ഒടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ മാത്രമല്ല, സ്വന്തം രാജ്യം അമേരിക്കയുടെ നിലപാടിനെ അവർ ചോദ്യം ചെയ്യുന്നു. ഫ്രാൻസിലെ വിദ്യാർത്ഥികൾ ഫ്രാൻസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. യൂറോപ്പ് ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകൾ. കാലിഫോർണിയ, യേൽ, മിഷിഗൺ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെ അമേരിക്കയിലെ 80ഓളം സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ന് പ്രക്ഷോഭത്തിനിറങ്ങിയിട്ടുള്ളത്. അത് അമേരിക്കയിൽ മാത്രമല്ല, ഫ്രാൻസിലും
മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രക്ഷോഭം. പലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അവർ സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നു. സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ, ജൂയിഷ് ഫോർ പീസ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളാണ് ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ഈ പ്രക്ഷോഭത്തിന് വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പ്രക്ഷോഭത്തിനെതിരെ ഇസ്രയേൽ അനുകൂലികളും രംഗത്ത് വരുന്നു. പോലീസ് പലയിടത്തും ഇടപെടുന്നു. ന്യൂയോർക്കിലും അതേപോലെ കൊളംബിയ സർവകലാശാലകളിലും ഒക്കെയായിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നു. അപ്പോഴും വിദ്യാർത്ഥികൾ അക്രമരഹിത സമരമാർഗമാണ്, ഗാന്ധിയൻ സമരമാർഗമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗാസയിൽ സമ്പൂർണ്ണമായി വെടിനിർത്തുക, ഇസ്രയേലിനുള്ള അമേരിക്കൻ സഹായം ഉടനടി നിർത്തുക, ആയുധക്കച്ചവടക്കാരും യുദ്ധത്തിൽ നിന്ന് ലാഭം കൊയ്യുന്ന കമ്പനികളുമായുള്ള ഇടപാടുകൾ യൂണിവേഴ്സിറ്റികൾ അവസാനിപ്പിക്കുക എന്നൊക്കെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ക്യാമ്പസുകളിൽ സമരം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ പുറത്താക്കുകയോ മറ്റ് അറസ്റ്റ് പോലെയുള്ള നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മുഴുവൻ അവർ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് നടപടികൾക്ക് വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യവും അവർ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ സമരങ്ങൾ എല്ലായിടത്തും യൂറോപ്പിലെമ്പാടും, അമേരിക്കയിലും യൂറോപ്പിലെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ലോകമെങ്ങും വിദ്യാർത്ഥികൾ സ്വന്തമായി, അതായത് വലിയ മറ്റ് സംഘടനകളുടെ ഒന്നും പ്രേരണയില്ലാതെ കണ്ട് സ്വയം ബോധ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങുന്നതിൻ്റെ തിളക്കമാർന്ന അധ്യായങ്ങൾ ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിത് പറയാനായിട്ടുള്ള കാരണം, ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ യുവാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് മാധ്യമ ആഴ്ചപ്പതിപ്പിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിൽ 2 അഭിമുഖ സംഭാഷണങ്ങളുണ്ട്. ഒരു അഭിമുഖം നമുക്ക് വളരെയേറെ പ്രശസ്തനായി നമുക്കറിയാം, അടുത്ത കാലത്ത് വാർത്തകളിൽ ചില വിവാദങ്ങളിലൊക്കെ ഇടം പിടിച്ച സൂരജ് സന്തോഷ് നമ്മുടെ യുവത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അദ്ദേഹം അയോധ്യയിൽ ക്ഷേത്രം പണിതപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചാണത് പണിതത്, അത് അനീതിയാണ്. ചിത്രയെക്കൂട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതികരിച്ചപ്പോൾ അതിനെതിരെ തൻ്റെ കരിയറും ഭാവിയും ഒക്കെ മറന്ന് പ്രതികരിക്കാൻ, സ്വന്തം പ്രതികരണത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ, തൻ്റെ ബോധ്യങ്ങൾ എന്താണെന്ന് പറയുവാൻ തയ്യാറായ ചെറുപ്പക്കാരനാണ് സൂരജ് സന്തോഷ്. സംഗീതത്തിനുള്ള അവാർഡ് നേടിയ ചെറുപ്പക്കാരനാണ് അദ്ദേഹവുമായി നജീം കൊച്ചുകല്ലിങ് നടത്തുന്ന ഒരു അഭിമുഖം മാധ്യമം ആഴ്ചപ്പതിപ്പിലുണ്ട്. വളരെ വ്യത്യസ്തവും വളരെ കൃത്യവുമായ നിലപാടുകൾ അദ്ദേഹം പറയുന്നത്, സൂരജ് സന്തോഷ് പറയുന്നത് നമുക്ക് കേൾക്കാം. അത് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ ഒരു പരിച്ഛേദം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിസ്ഫുരണം കൂടിയാണ് ആ അഭിമുഖത്തിലൂടെ വ്യക്തമാകുന്നത്. അതേപോലെ കുമാരദാസ് TN, അദ്ദേഹം ബോളിവുഡിൽ മലയാളി സാന്നിധ്യമാണ്, അഭിനേതാവാണ്. അദ്ദേഹത്തെയും രൂപേഷ് കുമാർ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഈ 2 അഭിമുഖങ്ങളും കണ്ടാൽ നമ്മുടെ നാട്ടിലെയും ചെറുപ്പക്കാർ എത്തരത്തിലാണ് പ്രതികരിക്കുന്നത്, അവരുടെ പ്രതികരണശേഷി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ 2 അഭിമുഖങ്ങളും മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ വിലപ്പെട്ട ഈ അഭിമുഖങ്ങൾ നമ്മുടെ യുവത്വത്തെ തിരിച്ചറിയാനായി ഉപകരിക്കും. അതിലൂടെ കടന്നു പോകണമെന്ന് വാസ്തവങ്ങളോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.